അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ എന്താണ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കുന്ന മൈൻക്രാഫ്റ്റാണ്. മൈൻക്രാഫ്റ്റ് ബർഡ് ഇത് സർവൈവൽ സീരീസാണ്. അത്ര മൂടൊന്നും നമ്മൾ കളിക്കുന്നില്ല. നമ്മുടെ ഫസ്റ്റ് മരം നമുക്ക് മറ്റേ മരം വേണം. നമുക്ക് ഇത് മുറിച്ചിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കണം, എന്നിട്ട് കുറച്ച് പിക്കാസ് ഉണ്ടാക്കണം, ഒരു ആസ് ഉണ്ടാക്കണം, എന്നിട്ട് ഇത് പൊളിക്കണം. അത്ര ഈസിയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇനി നമ്മൾ കുഴിക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത സാധനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് എന്താ ചെയ്യേണ്ടതാണ്, ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. പിക്കേഴ്സ് നമുക്ക് ഇങ്ങോട്ടൊക്കെ വന്നത്. അപ്പോൾ ഗീസിന് നമുക്ക് കുറച്ച് ഷീപ്പാണ് ആവശ്യം. അതിന് മുമ്പ് കുറച്ചൊന്ന് ഫുഡായാലും കുഴപ്പമില്ല. സത്യം പറയാം, ഞാൻ അത്രയും നേരിട്ട് ഒരു സാധനം ഉണക്കില്ല. പിങ്ക് ഷീപ്പ് അവിടെ പിങ്ക് ഷീപ്പ് റെയറാക്കി. അറിയാത്തവർക്കൊക്കെ പറഞ്ഞ റെയറാണ്. റെയർ ഇടോ, അത് സെറ്റാണ് കേട്ടോ. ഗീസ് പിങ്ക് ഷീപ്പിന് കിട്ടി. പിങ്ക് ഗീസ് ഞാനല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഇതേപോലത്തെ ഒരു വെള്ള കളർ ഷീപ്പിനെ ഞാൻ കൊന്നു. എൻ്റെ ഒരു ഇതുണ്ട്. അതിനെ പോകാൻ ശ്രമിക്കില്ലേ? ആ 3 എണ്ണമായി. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോണ്ട് പെട്ടെന്ന് എൻ്റെ നെഞ്ചിടിച്ച്. കാരണം ഈ പിങ്ക് ഷീപ്പ് ഇത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എവിടെ ചാവത്തൂല്ലേ എടാ, പിങ്ക് ഷീപ്പിനെ കിട്ടിയ ഉണ്ട് അതിന്. ആ കേസ് പിങ്ക് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇത് പിങ്കിൻ്റെ എന്നാണോ? ഇത് പിങ്കിൻ്റെ ഗീസ്, ഇത് പിങ്കിൻ്റെ ആണോ? ആ ഗീസ്, പക്ഷെ ഞാനത് അടിച്ചിട്ടില്ല. ഡൈ അടിച്ചിട്ടില്ല, സത്യം അറിയാം. പക്ഷെ ഞാൻ ഇതിലും ഡൈ അടിച്ചിട്ടില്ല ഒരു ഷീപ്പിന്. ഗീസ് ഇത് സത്യം പറയാണല്ലോ, ഇത് ഞാൻ സ്വന്തം കണ്ടതാണ്. ഇതെങ്ങനെയാണെന്നറിയില്ല. പെട്ടെന്ന് എൻ്റെ മൊത്തം പിങ്ക് ഷീപ്പാക്കിയിട്ട് വെക്കാം. പക്ഷെ ഫസ്റ്റത്തെ ഉണ്ടല്ലോ, അത് സാധാരണ പിങ്ക് ഷീപ്പ് എന്നായിരുന്നു. ഗൈസ് പിങ്ക് ഷീപ്പ് എന്നൊക്കെ പറയുമ്പോൾ പിങ്ക് ഷീപ്പിനെ കിട്ടി ഗൈസ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? രാത്രിയാണ് ഗൈസ്. ഇനി നമ്മളൊന്നും ചെയ്യില്ല. ബെഡ് ഉണ്ടാക്കും, കിടന്നുറങ്ങും, വീട് കഴിയും. ഇനി ഇതിടും. അപ്പോൾ ഈ പിങ്ക് ബെഡ് പിങ്ക് ഷീപ്പ് കൊണ്ടുണ്ടാക്കി. അപ്പോൾ ഈ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത് എടുക്കണം. ബൈ.